മധ്യപൂർവേഷ്യയിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ അവസ്ഥ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇന്ത്യ എപ്പോഴും ലോകസമാധാനത്തിന് വേണ്ടി നിലനിൽക്കുന്നു. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ബൽറാം നെടുങ്ങാട് തന്നെ ആ വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നു. ബൽറാം, ആയത്തുള്ള അലി ഖമനയുടെ വധത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യ അപലപിച്ചില്ല എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇസ്രായേൽ അവിടെ ആക്രമണത്തിന് പദ്ധതി ഇടുന്ന സമയത്ത് എന്ന് ഇപ്പോൾ അറിയുന്നു. കാര്യം നേരത്തെ അത് പ്ലാൻ ചെയ്തതാണെന്ന് ഇസ്രായേലും അമേരിക്ക ഇപ്പോൾ പറയുന്നുണ്ട്. ആ സമയത്ത് ഇസ്രായേലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയതിനെ പ്രതിപക്ഷം ഇപ്പോൾ വിമർശിക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതാദ്യമായി പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു തുറന്ന പ്രതികരണം. അരവിന്ദ്, ബൽറാം. ഹഷ്മി, ഈ പ്രതിപക്ഷത്തിന്റെ വിമർശനം എന്നുള്ളത് പ്രധാനമായും ഇസ്രായേലിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനം, ഒപ്പം തന്നെ ഈ ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചതിൽ ഇതുവരെയും ഇന്ത്യ പ്രതികരിച്ചില്ല എന്നീ കാര്യങ്ങളിലാണ്. ഇതുവരെയും ഖമനേനിയുടെ കൊലപാതകത്തെ ഇന്ത്യ ആ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ മേഖലയിലെ സംഘർഷത്തിൽ ഇന്ത്യയുടെ പ്രതികരണമുണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എക്സിലൂടെ ഇന്ന് രാവിലെ രണ്ട് വിദേശ നേതാക്കളുമായി സംസാരിച്ച വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഇതോടൊപ്പമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കാനഡ ഇന്ത്യ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം സംയുക്ത പ്രസ്താവനയ്ക്കായി മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ സന്ദേശം പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം ചേർന്നിരുന്നു. മേഖലയിലെ സാഹചര്യങ്ങൾ സമഗ്രമായി തന്നെ ഈ ഒരു യോഗത്തിൽ അവലോകനം ചെയ്തിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാഹചര്യങ്ങളെക്കുറിച്ച് ഈ യോഗത്തിൽ വിശദീകരിച്ചു. ഇതിൽ പ്രധാനമായും ഇന്ത്യക്കാരുടെ സുരക്ഷ മുൻനിർത്തിയുള്ള ചർച്ചകൾ തന്നെയാണ് ഉണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ അതിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഇടങ്ങളിൽ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അതത് സർക്കാരുകളുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്താനുള്ള ഒരു നിർദ്ദേശം, ഒപ്പം തന്നെ ആ വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ സഹായം എത്തിക്കാൻ എംബസികൾക്കുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ അനുകൂല സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ അതിനായുള്ള നടപടികൾ, തയ്യാറെടുപ്പുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായുള്ള തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പമാണ് സമാധാന ശ്രമത്തിന് വേണ്ടി ഇന്ത്യക്ക് ഏത് തരത്തിൽ ഇടപെടാൻ കഴിയും, ഈ ഒരു ഘട്ടത്തിൽ നയതന്ത്ര ചർച്ചകൾ സാധ്യമാകുമോ എന്നീ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ പല രാജ്യങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ പോലും സമാധാന ചർച്ചകൾക്ക് ഇറാൻ മുന്നോട്ട് വരാത്ത, തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെ അനുകൂലമായ ഒരു സാഹചര്യത്തിന് ചർച്ചകൾക്കായും കാത്തിരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം എന്നുള്ളത് ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങളെ വലിയ തോതിൽ തന്നെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ ഒരു സംഘർഷം തുടരുന്നത് എന്നുള്ളതാണ്. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തെ ഈ പ്രതിസന്ധി വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അത് കയറ്റുമതിക്കാരെ ആശങ്കയിലാക്കിയിരിക്കുന്നു. എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന വിലയിരുത്തലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഏത് തരത്തിൽ സാഹചര്യത്തെ നേരിടണം എന്നത് ചർച്ച ചെയ്യുന്നതിനായി കയറ്റുമതിക്കാരുടെയും ഇതുമായി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും, വാണിജ്യ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, കയറ്റുമതിക്കാർ എന്നിവരുൾപ്പെടെ ഉന്നതതല യോഗം ചേർന്ന് ചർച്ച ചെയ്യാനുള്ള തീരുമാനവും ഇന്നലെ ചേർന്ന യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹഷ്മി, ഓക്കെ, എണ്ണവില കൂടുമെന്ന വിലയിരുത്തലല്ല, എണ്ണവില കൂടുക തന്നെയാണ്. അതിന് കാരണം ഹോർമൂസ് കടലിൽ കടച്ചിട്ടില്ല, അവിടെ അസ്വസ്ഥതകൾ മാത്രമേ ഉള്ളൂ. അസ്വസ്ഥതകളാകുമ്പോൾ തന്നെ 7% വർധന എന്ന വലിയ ഒരു സർജിലേക്ക് കാര്യങ്ങൾ പോകുന്നു. $80 എന്ന നിരക്കിലേക്കൊക്കെ ഡോളർ വില ഉയരുകയാണെങ്കിൽ അത് പ്രധാനമായും എണ്ണ ഇറക്കുമതി രാജ്യമായി നമുക്കാണ് പെട്ടെന്നാണ് അത് ബാധിക്കുക. എത്രയാകും എണ്ണവില? അല്ലെങ്കിൽ തന്നെ നേരിയ വർധനയ്ക്ക് പോലും അതിൻ്റെ ഇരട്ടി വില കൊടുക്കേണ്ടി വരുന്ന ഒരു ജനത കൂടിയാണ് നമ്മൾ. അപ്പോൾ 7% വർധനയൊക്കെ നമ്മളെ ബാധിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ള വരും ദിവസങ്ങളിൽ അത് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.